തിരുവാതിരയാണ്. ധനുമാസത്തിലെ തിരുവാതിര വലിയ രീതിയിൽ ആഘോഷകരമായി കൊണ്ടാടുന്ന ഒരിടത്തു നിന്നുള്ള കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. നെടുമംഗല്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും ഒക്കെ തിരുവാതിര വ്രതം നോൽക്കുന്നത് ഏറെക്കാലമായി പിന്തുടർന്നു വരുന്ന ഒരു ഹൈന്ദവ ആചാരമാണ്. പുലർച്ചെ തുടിച്ചു കുളിച്ച് തിരുവാതിര കളിച്ച് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാറുന്ന കാലത്തും ഈ അനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുന്ന, പങ്കുവെക്കുന്ന, അത് ആഘോഷമായി കൊണ്ടാടുന്ന ചിലർക്കൊപ്പമാണ് ന്യൂസ് 18 സംഘം ഈ തിരുവാതിര ദിനം രാവിലെ ഉള്ളത്. മലപ്പുറം അങ്ങാടിപ്പുറത്ത് നിന്ന് CV അനുമോദിന്റെ കൂടെ ആ സംഘമുണ്ട്. അനുമോദിന്റെ റിപ്പോർട്ടിലേക്ക്. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിര. ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഈ ദിവസത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഐതിഹ്യങ്ങൾ ഒട്ടേറെയുണ്ട്. ആ ദിവസം നടത്തുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറത്താണ്, തിരുമാന്ധാംകുന്ന് ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ഇന്നേ ദിവസം രാവിലെ ഇവിടുത്തെ അമ്മമാരൊക്കെ ചേർന്ന് ഒരു തിരുവാതിര കളി, അത് പാരമ്പര്യമായിട്ട് കാലങ്ങളായിട്ട് തുടരുന്ന ഒരു അനുഷ്ഠാനം പോലെ നടത്തുന്നതാണ്. ക്ഷേത്രത്തിന് മുൻപിൽ നടത്തിയിരുന്നു. നമ്മോടൊപ്പം അവരൊക്കെ ചേരുന്നുണ്ട്. വിലാസിനി ചേച്ചി കാലങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ നിൽക്കുന്ന ആളാണ്. ആദ്യം ചേച്ചി, എന്താണ് ഈ തിരുവാതിരയുടെ മഹാത്മ്യമായിട്ട് ചേച്ചി പറഞ്ഞു കേട്ടും അറിഞ്ഞിട്ടും ഉള്ളത്? ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ആഘോഷമാണത്, മഹത്തായ ഒരു ആഘോഷമാണതിൽ. ഇത് സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. തിരുവാതിര എന്ന സ്ത്രീകൾക്കാണ്. ശിവന്റെ പിറന്നാൾ ആണെന്ന് പറയാം. ഓരോ ദിവസവും അശ്വതി തൊട്ടിട്ട് അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര, ഇങ്ങനെയുള്ള നാളുകളിൽ ഓരോ ദിവസവും രാവിലെ നേരത്തെ എണീക്കണം, കുളിക്കണം. ഓരോ ദിവസവും ഓരോ ആഘോഷമുണ്ട്, ഓരോ ഐതിഹ്യമുണ്ട്, ഓരോ തത്വമുണ്ട്. ഓരോ ദിവസവും കുളിക്കുന്നതിൻ്റെയും ഇതിൻ്റെയും അങ്ങനെ പിന്നെ രോമമുടരുന്നതിന് മുമ്പേ, അശ്വമുടരുന്നതിന് മുമ്പേ, അങ്ങനെ ഓരോ ദിവസവും അശ്വതിയിൽ അശ്വമുടരുന്നതിന് മുമ്പേ, അങ്ങനെ മക്കളുണരുന്നതിന് മുമ്പേ, ഭർത്താവ് ഉണരുന്നതിന് മുമ്പേ, അങ്ങനെ തിരുവാതിര നാൾ വന്നാൽ അന്ന് ഉറങ്ങാൻ തന്നെ പാടില്ല എന്ന് പറയുക. അന്ന് ആടുക, പാടുക, കളിക്കുക, ഇങ്ങനെയൊക്കെ ആയിട്ട് വെളുപ്പാങ്കാലായി കഴിഞ്ഞാൽ എട്ടങ്ങാടി എന്ന് പറഞ്ഞൊരു, നമ്മൾ ഇവിടെ ഇല്ല, പക്ഷേ എട്ടങ്ങാടി എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. പിന്നെ പാതിരാപ്പൂ ചൂടൽ. പാതിരാപ്പൂ എന്ന് പറഞ്ഞാൽ ഒന്നും പൂക്കളല്ല, എന്നാലും പിന്നെ എരിക്കിൻ്റെ, അതേപോലെ കൊടുവേലി, അടയ്ക്കാമണിയൻ, ഇതാണ് ഈ ഇത് പറയുന്നത്. അത് പാതിരാപ്പൂ ചൂടാന്നാണ് പറയുക. അത് കഴിഞ്ഞാൽ പിന്നെ കുളിക്കുക, ഗംഭീര ആഘോഷങ്ങൾ തന്നെയാണ് നമുക്ക് തിരുവാതിര എന്ന് പറഞ്ഞാൽ. ഭഗവാന്റെ പിറന്നാളാണ് അന്ന്. പിന്നെ കഴിക്കുന്നത് തണുപ്പുള്ള ആഹാരമാണ് നമ്മൾ. ഇപ്പം ഈ വരാൻ പോകുന്ന വേനൽക്കാലത്തിന് അതിജീവിക്കാൻ നമുക്ക് ശരീരത്തെ തണുപ്പ് ശേഖരിക്കി വെക്കാന്നൊരു തത്വം കൂടി ഉണ്ട് ഇതിൽ. എല്ലാരും ഇന്നലെ രാത്രിയൊക്കെ ഉറക്കം വെച്ചിട്ടായിരുന്നോ? എങ്ങനെയാ? ഇല്ല, ഉറക്കമൊന്നും വെച്ചിട്ടില്ല. നോമ്പെടുത്തു. അതേപോലെ തന്നെ ഈ തിരുവാതിര ദിവസം ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ ഭക്ഷണത്തിലൊക്കെ ഏറെ പ്രാധാന്യമുണ്ട്. നമുക്ക് എന്താ വരികയെന്ന് പറയാൻ പാടില്ല എന്നല്ലേ പറയാ? അതാ പറയുക, അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇന്നലെ തൊട്ട് തുടങ്ങി, ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങി, ഇന്ന് ഉച്ച വരെയാണത് തിരുവാതിര. പല മുതിർന്ന ആൾക്കാരുണ്ട്. ഈ കുറെ വർഷങ്ങളായിട്ടുള്ളല്ലേ, ഇപ്പൊ പുതിയ ആൾക്കാരൊക്കെ ഇതിലേക്ക് പഠിക്കാനൊക്കെ വരുന്നുണ്ടോ? എന്താ? ഞാനൊക്കെ ഒരുപാട് വർഷമായിട്ടുണ്ട്. ഞാൻ ഇന്ന് 11 മണി വരെ തിരുവാതിര ഉള്ളൂ. ഞാൻ ഉച്ചയ്ക്ക് ശേഷം നല്ലോണം എല്ലാ ഭക്ഷണവും കഴിക്കും. അപ്പോൾ രാവിലെയും കഴിക്കും. പാർവതിക്ക് ആയുസ്സുണ്ടാവാൻ വേണ്ടിയിട്ട്, അല്ല, പാർവതി ശിവന് ആയുസ്സുണ്ടാവാൻ വേണ്ടിയിട്ട് നോൽമ്പെടുത്തതാണ്. അതൊന്ന് ഉച്ച വരെ ഉള്ളൂ തിരുവാതിര. അത് കഴിഞ്ഞാൽ ഞാൻ ഇഷ്ടം പോലെ കഴിക്കും. കാലങ്ങളായിട്ടേ ഇപ്പൊ എങ്ങനെയാണ് തിരുവാതിരയുടെ മാറ്റം? എന്തൊക്കെയാണ് പണ്ടത്തെ പോലെ? ഞങ്ങളിപ്പോ പറഞ്ഞാവുന്ന ആർക്കും ഇപ്പൊ അറിയില്ല. പക്ഷേ ഞങ്ങളിവിടെ കുളിച്ചിവിടെ കളിച്ചു 50 കൊല്ലമായി ഇപ്പത്. 50 കൊല്ലം ചുരുങ്ങിയത് അതിലുള്ളവരെല്ലാവരും മരിച്ചുപോയി. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ തിരുവാതിരയുടെ മഹാത്മ്യം അങ്ങനെയല്ല.
കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. അപ്പൊ ശിവന് ആയുസ് കിട്ടാൻ വേണ്ടി പാർവതി നോൽക്കുക. അതാണ് ഈ തിരുവൈരാണിക്കുളം ഈ ഇന്നലെ നട തുറക്കുള്ളൂ. അത് ഞങ്ങൾ 3 കൊല്ലം പോയി തൊഴുതുന്നു. അപ്പൊ നേരെ എന്താണ് പുതിയ കുട്ടികളൊക്കെ നിങ്ങളെ കൂടെ വരാൻ തയ്യാറാവുന്നുണ്ടോ, അതോ അവരൊക്കെ മരിച്ചു നിൽക്കുകയാണോ? പുതിയ കുട്ടികളൊക്കെ വരുന്നുണ്ട്. ആ ഇപ്പൊ സ്ഥിരമായിട്ടുണ്ട്. ഇപ്പൊ കളി പഠിക്കുന്നുണ്ട്. ഭഗവാൻ തന്റെ തിരുനാളാണ്. ഭഗവതിക്കൂ തിരുനോയമ്പ് ഉണ്ണരുത് ഉറങ്ങരുത്. ഇതിപ്പോ ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ മുൻപത്തെ കാലത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പൊ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്നതിൽ ഒരു ഇതുണ്ടോ? രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക്. തുറന്ന് പറയാൻ രാവിലെ എണീക്കില്ല ആൾക്കാര്. രാവിലെ എണീക്കാത്തോണ്ട് ഈ പരിപാടിക്കൊക്കെ വരെ ഈ വയസ്സായ കുറച്ച് ആൾക്കാരനെ ഉള്ളൂ. ചെറുപ്പക്കാരും ഇറങ്ങണില്ല. അതാണ് കാര്യം. ഇനിയിപ്പോ നിങ്ങൾ തൊഴുത് മടങ്ങുകയാണോ? ഞങ്ങൾ പോവും. ഇനി ക്ഷേത്രത്തിലൊക്കെ ഉഷപൂജ കഴിഞ്ഞു. ഇനി ക്ഷേത്രത്തിൽ പോവും. അതെ, തളിയിൽ പോവും. അങ്ങനെ ക്ഷേത്ര ദർശനം തന്നെ. പിന്നെയാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതാണ് ഇവിടുത്തെ തിരുവാതിര വിശേഷങ്ങൾ. എല്ലാവരും ഇപ്പോൾ ഇനി ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി പോവുകയാണ്. കാലങ്ങളായിട്ട് തുടരുന്ന ഒരു ആചാരം. ഇതിൻ്റെ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് ഇത് കൈമാറി വരുന്നു. ഇവർ അത് പിന്തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാലും തിരുവാതിരയുടെ മഹാത്മ്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് അങ്ങാടിപ്പുറത്തെ ഈ സംഘം നമ്മോട് പങ്കുവച്ചത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.